പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനെ കർത്താവ് ഒരു ദിവസം കൂടെ അനുവദിച്ച് ഓർത്ത് സർവസ്ഥനായി ഈശോയ്ക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വതം ഗോമാരയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് കിട്ടും. കറണ്ടിൻ്റെ അഭാവം കൊണ്ട് 2 ദിവസം ക്ലാസ് താമസിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ തിന്മയുടെയും, അശുദ്ധിയുടെയും, ക്രൂരതയുടെയും, ചതിയുടെയും, വിവാഹ തകർച്ചയുടെയും, സഭാ തകർച്ചയുടെയും, രാജ്യങ്ങളുടെ തകർച്ചയുടെയും എല്ലാം അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തിന്മ ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ തിന്മ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരപ്പെടുന്നത്, കൊടുക്കപ്പെടുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം. നമ്മൾ നല്ലൊരു പരിപാടി കാണുവാണെങ്കിൽ അതിനകത്ത് പറയും, നിങ്ങളിത് മറ്റുള്ളവർക്ക് ലൈക്ക് ചെയ്യണം, എനിക്ക് ലൈക്കും ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യണം പറയും. എന്നതുപോലെ തന്നെ ഈ തിന്മയും മനുഷ്യൻ ഷെയർ ചെയ്യുന്നുണ്ട്. തിന്മയ്ക്കും ലൈക്ക് അടിക്കുന്നുണ്ട്, തിന്മയ്ക്കും മൈക്കൻ ഷെയർ ചെയ്തുകൊണ്ട് അത് ഫോർവേഡ് ചെയ്യുകയും അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തിന്മയുടെ ദുരനുഭവങ്ങളും ദുർഭൂതങ്ങളും എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ഈ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് യുഗാന്ത്യത്തിലാണ് നമ്മളുള്ളതെന്ന് ഏതാണ്ട് ഒരു 90% ആളുകൾക്കും അറിയാം. ആ സ്ഥിതിക്ക് എന്താണ് സോദോം ഗൊമോറ എന്നും നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ആവറേജ് ധാരണ എല്ലാവർക്കും സോദോം ഗൊമോറയെക്കുറിച്ചുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞത്, ഇനി ഇസ്രായേൽ ജനത്തിന് ഈ ലോകത്ത് പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ ഒരു യന്ത്രങ്ങളും ഇനിയില്ല. ഏറ്റവും അവസാനമായിട്ട് അവർ കണ്ടുപിടിക്കപ്പെട്ടത് ലേസർ രശ്മി ഉപയോഗിച്ചുള്ള ഇങ്ങനെ ബഹിരാകാശത്തൂടെ വരുന്ന മിസൈലുകളെ ഭൂമിയിലിരുന്നു കൊണ്ടും ബഹിരാകാശത്തു നിന്നുകൊണ്ട് ഭൂമിയിലേക്കും ലേസർ രശ്മി അയച്ചുകൊണ്ട് വസ്തുക്കളെ കത്തിച്ച് കളയാം, അല്ലെങ്കിൽ ബോംബുകളെ നശിപ്പിക്കാം എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് ഏറ്റവും അവസാനമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടത്. അതോടനുബന്ധിച്ച് തന്നെ കണ്ടുപിടിക്കപ്പെട്ടാണ് AI റോബോട്ടുകളും, അതിൻ്റെ സെക്സ് റോബോട്ടുകൾ, അതിൻ്റെ ജോലി ചെയ്യുന്ന റോബോട്ടുകൾ, മറ്റൊന്ന് സൂപ്പർ കമ്പ്യൂട്ടർ റോബോട്ടുകൾ. ഇതെല്ലാം ഇതോടനുബന്ധിച്ച് AI റോബോട്ട് എന്ന് പറയുന്ന അതിനോട് ചേർന്ന് വരുന്നതാണ് ബാക്കി എല്ലാ സംവിധാനങ്ങളും. മറ്റ് വിവിധങ്ങളായ ഇപ്പോൾ ഡോക്ടർമാരായിട്ടും റോബോട്ടുകൾ വരുന്നു, നമ്മൾ കിട്ടും. ഇതെല്ലാം വെളിപാട് ഗ്രന്ഥത്തിൽ 13-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം മുതൽ ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ നാം എത്തപ്പെട്ടിരിക്കുന്ന യുഗാന്ത്യത്തിലാണെന്നും യുഗാന്ത്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കേൾക്കുകയും കാണുകയും ചെയ്യാറുണ്ട്. ഇത്തരണത്തിൽ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു AI റോബോട്ട് സംവിധാനമാണ് ശരിക്കും നമ്മുടെ മൊബൈൽ ഫോണുകൾ. ഈ മൊബൈൽ ഫോണിൽ കൂടിയാണ് ഇന്ന് ലോകത്ത് മുഴുവൻ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. രണ്ടും തുല്യപക്ഷമല്ല. നന്മയ്ക്ക് അളവ് കുറവും തിന്മയ്ക്ക് അളവ് കൂടുതലുമായിട്ടാണ് ഇന്ന് ലോകത്ത് കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് മുഴുവൻ ഇത്രമാത്രം തിന്മ പെരുകുന്നതും ഒരുപാട് ഭവനങ്ങളിലെ പ്രശ്നമുണ്ടാകുന്നത്, സാമൂഹിക പ്രശ്നങ്ങളുണ്ടാകുന്നത്, സഭയിലെ പ്രശ്നങ്ങളുണ്ടാകുന്നത്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. അങ്ങനെ എല്ലാം അടിസ്ഥാനം ഈ ഒരു നന്മയായിട്ട് കാണാൻ പറ്റാതെ അതിൻ്റെ തിന്മയുടെ വശങ്ങൾ കൂടുതൽ മനുഷ്യൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. ഇത്തരണത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ യുഗാന്ത്യത്തിലേക്ക് വരുമ്പോൾ, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്ത് വരുമ്പോൾ, യേശുവിൻ്റെ രണ്ടാമത്തെ വരെ അടുത്ത് വരുമ്പോൾ, ഒരു 3-ാം ലോക മഹായുദ്ധം ഉടൻ തന്നെ പുറപ്പെട്ടേക്കും എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് ലോകം സജ്ജമാകുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള ശാസ്ത്രീയ ലക്ഷണങ്ങളെല്ലാം പൂർത്തിയായിട്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടണം, നമ്മൾ എങ്ങനെ ഒരുങ്ങണം, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ഒരുങ്ങണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ പലർക്കും ഇപ്പോഴുമില്ല. ചിലരെല്ലാം ഫോണുകൂടെ വിളിക്കുമ്പോഴും ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ വസ്ത്രം ധരിച്ചാൽ എന്താണ് കുഴപ്പം, പ്രശ്നം മുതലേ, ഒരു മൊബൈലിൽ നോക്കി വിചാരിച്ച് എന്താണ് പ്രശ്നം മുതലേ, ഒരു സിനിമ കാണാൻ പോയിച്ചു എന്താണ് പ്രശ്നം, അതൊക്കെ ഒരു വിഷയമാണോ, പ്രശ്നമാണോ, ഇതൊക്കെ യുഗാന്ത്യത്തിൽ എൻ്റെ നിത്യജീവന് തടസ്സമായി നിൽക്കുമോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവരിങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കുകയാണ്. അപ്പോഴും നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ വന്നിട്ടില്ല. എന്നാൽ കുറേ ആളുകൾക്കൊക്കെ ഒരു സാമാന്യ ജ്ഞാനവും സാമാന്യ ധാരണയും വന്നിട്ടുണ്ട്. ഇത്തരണത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ യേശുവിൻ്റെ വരവിനുള്ള ശരിയായ ഒരുക്കം എങ്ങനെ വേണം എന്നുള്ളതിനെപ്പറ്റി നമ്മളൊരു തിരുവചനത്തിലൂടെ തന്നെ പഠിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? മനുഷ്യരെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ടെലിവിഷനാണെങ്കിൽ അതങ്ങനെ, ഇനി മൊബൈൽ ഫോണുകളാണെങ്കിൽ അതങ്ങനെ, ലാപ്ടോപ്പാണെങ്കിൽ അങ്ങനെ, മറ്റ് സംവിധാനങ്ങൾ കൂടിയൊക്കെ എല്ലാം നമ്മളിങ്ങനെ ഓരോ രീതിയിൽ കാണുകയാണ്.
പത്രമാസികൾ, അച്ചടി മാസികൾ, ഇതെല്ലാം ഇതിൻ്റെ വിവിധ മുഖങ്ങളാണ്. എന്നാൽ ഒരു വ്യക്തി എങ്ങനെ ഒരുങ്ങണമെന്ന് വളരെ വ്യക്തമായിട്ട്, വളരെ സ്പഷ്ടമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു വചനത്തിൽ പോയതിന് ശേഷം നമുക്കതിൻ്റെ ബാക്കിഭാഗത്തേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, നാഹൂം പ്രവാചകൻ എന്ന് പറയുന്നൊരു പ്രവാചകനുണ്ട്. നാഹൂം പ്രവാചകൻ, പഴയ നിയമഗ്രന്ഥങ്ങളിൽ നാഹൂം പ്രവാചകൻ, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം മുതലാണ് നമ്മളത് വ്യക്തമായി പഠിക്കേണ്ടത്. അത് ഇതിന് മുൻ ക്ലാസ്സുകളിൽ അല്പമൊക്കെ സ്പർശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും ഇത്തരത്തിൽ വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത അനേകം ദൃശ്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും. പ്രത്യേകിച്ചും യുഗാന്ത്യ കാലഘട്ടം വരുമ്പോൾ, പ്രത്യേകിച്ച് 27 ശേഷമുള്ള കാലഘട്ടങ്ങൾ വരുമ്പോൾ, ബഹിരാകാശത്തുള്ള നിലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആഗോളയുദ്ധം ഒരുപാട് വ്യാപിക്കുന്നതിന് മുമ്പ്, കുറച്ചുകൂടിയൊക്കെ ഈ മൊബൈൽ സംവിധാനങ്ങളും ലാപ്ടോപ്പ് സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു 2030 വരെയുള്ള കാലഘട്ടങ്ങളിൽ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നാം വീണുപോകും, നാം തകർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നാഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്, ഇതാ വിനാശകൻ നിനക്കെതിരെ വരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക, വഴികളിൽ കാവൽ നിർത്തുക, നീ അരമുറുക്കുക, സർവശക്തിയും സംഭരിക്കുക, കർത്താവ് യാക്കോബിൻ്റെ പ്രതാപം പുനഃസ്ഥാപിക്കുന്നു. ഇതാണ് ആ വചനം. അതിൽ 2-3 കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കേൾക്കണം. ഒന്ന്, വിനാശകം നിനക്കെതിരെ വരുന്നു. എന്താണ് ശരിയായിട്ടുള്ള വിനാശമെന്ന് പഴയ നിയമഗ്രന്ഥത്തിൽ ഒരു സോദോം ഗോമോറ എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചോളം 2 മഹാനഗരങ്ങളായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ സ്വർഗ്ഗഭോഗത്തെ അംഗീകരിക്കുകയും ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ അത് അവിടെ വിവാഹമില്ലാത്തൊരവസ്ഥ വന്നു. അവിടെയെല്ലാം ഇത്തരം മ്ലേച്ഛതകൾ നിലനിന്നു, ഇത്തരം അശുദ്ധിയും അജ്ഞതയും അവിവേകം നിന്നു. അതിൻ്റെ രീതിയിൽ ആ നഗരങ്ങളിൽ വലിയ തിന്മ നടമാടി. ഇതെല്ലാം കണ്ട് ദുഃഖപൂരിതനും വ്യസനം നിറഞ്ഞവനുമായി ലോത്ത് നോക്കിക്കണ്ടിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ വലിയ വേദന ഉണ്ടായിരുന്നു. ഒക്കെ പഴയ നിയമഗ്രന്ഥത്തിൽ സോദോം ഗോമോറയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ആത്മാവ് ഇരിക്കുന്നത് വലിയൊരു ചട്ടക്കൂടിലാണ്. വലിയൊരു അസ്ഥി കൂടത്തിൻ്റെ ഒരു അസ്ഥി കൊണ്ട് പൊതിഞ്ഞ് വളരെ സുരക്ഷിതമായ ഒരു ഹൃദയത്തെ സ്ഥാപിച്ച ആ ഹൃദയത്തിനുള്ളിലാണ് മനുഷ്യൻ്റെ ആത്മാവിരിക്കുന്നത്. ഈ ആത്മാവിന് ലോകത്തിലുള്ള ഒരു വസ്തുക്കളെയും കാണാൻ പറ്റില്ല. അപ്പോൾ ആത്മാവിനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രിയങ്ങൾ നൽകിയിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഞരമ്പുകൾ, അതിൻ്റെ നെർവസ് സംവിധാനങ്ങൾ ഹൃദയത്തിൽ ചെല്ലുകയും ഹൃദയത്തിലേക്ക് അതിൻ്റെ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്യും. അങ്ങനെ മനുഷ്യൻ 5 ഇന്ദ്രിയങ്ങളാൽ ആണ് ആത്മാവ് പുറത്ത് ലോകത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നതെന്നും നമുക്ക് വ്യക്തമായി അറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കർത്താവ് പറയുന്നത്, കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക എന്നാണ് 1-ാമത്തെ ഘട്ടം. ആ കോട്ട എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 5 ഇന്ദ്രിയങ്ങളെ ഒരു കോട്ടയാണ്. ആത്മാവിനെ ഉപരോധിക്കുവാൻ, ആത്മാവിനെ സംരക്ഷിക്കുവാൻ, ആത്മാവിനെ പൊതിഞ്ഞു നിൽക്കുന്ന 5 ഇന്ദ്രിയങ്ങളാണ് കോട്ടകൾ. അതിൽ 1-ാമത്തെ കോട്ടയാണ് മനുഷ്യൻ്റെ കണ്ണ്. 2 ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അതിൻ്റെ നിറങ്ങൾ, ചലനങ്ങൾ, അതിൻ്റെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, നമ്മൾ ഇഷ്ടമുള്ള സ്വരങ്ങൾ, ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ എല്ലാം കണ്ണ്, കാത്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്കിൽ കൂടെ ആത്മാവിലേക്ക് ചെല്ലുകയും ആത്മാവ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആത്മാവിനെ സ്വീകരിക്കും. കാരണം വെച്ചാൽ കണ്ടുപോയതിന് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇതാ വിനാശകൻ നിനക്ക് എതിരെ വരുന്നു, കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക. അപ്പോൾ കണ്ണുകളിൽ, കാതുകളിൽ, അധരത്തിൽ നമ്മൾ എങ്ങനെ കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തണം? ആത്മാവിന് ചുറ്റും നിൽക്കുന്ന കോട്ടകളാണ് ഇന്ദ്രിയങ്ങൾ. 5 കോട്ടകൾ. 5 കോട്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയാണ് കണ്ണ്. കണ്ണാകുന്ന ഇന്ദ്രിയത്തിൽ നമ്മൾ എന്ത് പ്രതിരോധമാണ് ഏർപ്പെടുത്തുന്നത്? കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്താനാണ് കർത്താവ് പറയുന്നത്. കാരണം വിനാശം അടുത്തു വരുന്നു. എന്താണ് വിനാശം? മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, സോദോം ഗോമോറ പോലെയായിരിക്കും യേശുവിൻ്റെ മനുഷ്യപുത്രൻ്റെ നാളുകളിൽ. അപ്പോൾ ഒരു സോദോം ഗോമോറയിലേക്കാണ് ലോകം നടന്നു പോകുന്നതെങ്കിൽ അത് കാണാതെ, ആ സോദോം ഗോമോറയിലെ പരിപാടികൾ നിൻ്റെ ഇന്ദ്രിയങ്ങൾ കാണാതെ നീ അതിനെ പ്രതിരോധിച്ച് നിർത്തണം, അതിനെ തടയിടണം, അതിനെ മതിൽ കെട്ടണം എന്നാണ് കർത്താവ് പറയുന്നത്. കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക. അപ്പോൾ കണ്ണ് എന്ന ഇന്ദ്രിയത്തിൽ, കണ്ണ് എന്നതിൽ നമ്മൾ ഏത് പ്രതിരോധമാണ് ഏർപ്പെടുത്തേണ്ടത്, ഏത് കോട്ടയാണ് കെട്ടേണ്ടത്, അതിൻ്റെ വഴികൾ എന്താണ് തടഞ്ഞു വെക്കേണ്ടത്, അതിന് നമ്മൾ വളരെ ഈസി ആയിട്ട് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം, നമ്മുടെ സുവിശേഷം, വിശുദ്ധ കുർബാന, ധ്യാനങ്ങൾ, ആരാധനകൾ, ഈശോയുടെ യേശുവിൻ്റെ പടങ്ങൾ, ചിത്രങ്ങൾ, രൂപങ്ങൾ,
അങ്ങനെയുള്ളത് മാത്രം കാണുക. നമ്മുടെ മൊബൈൽ ഫോണൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കളയണം. മൊബൈൽ ഫോണിലെ ഒരു പരിപാടികൾ നമ്മൾ കാണരുത്. എല്ലാ മൊബൈൽ ഫോണുകളും ടെലിവിഷനുകളും നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത് നീക്കം ചെയ്യണം. അങ്ങനെ അതെല്ലാം മാറ്റപ്പെട്ടതിന് ശേഷം, അതെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം നമ്മൾ യേശുവിൻ്റെ പടം, യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ കുർബാന, യേശുവിൻ്റെ ധ്യാനം മാത്രമായിട്ട് ക്രമീകരിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കണ്ണുകളിൽ രൂപപ്പെടുത്തിയെടുക്കണം. അല്ലാതെ ഒന്നും നമുക്ക് ഒരു നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ആരും വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇത് ആരും പഠിപ്പിച്ചെന്ന് വരികയില്ല. പക്ഷേ നമ്മൾ വചനത്തിൽ എഴുതി വെച്ചിട്ട് നമ്മൾ കണ്ടെത്തി പഠിക്കണം. ഒന്ന്, കോട്ടകളിൽ പ്രതിരോധം വരുത്തുക. അപ്പോൾ കാതുകളിൽ യേശുവിൻ്റെ സുവിശേഷമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ മാത്രം, ആ വചനത്തിൻ്റെ ശബ്ദവും അതിൻ്റെ മാധുര്യവും അതിൻ്റെ പാട്ടുകളും ഗാനങ്ങളും മാത്രം നമ്മൾ കേൾക്കുക. മറ്റു ലോകത്തിൻ്റെ ഒരു ഇമ്പങ്ങൾ, പ്രത്യേകിച്ച് ഡാൻസുകൾ, പാട്ടുകൾ, നമ്മൾ ലോകത്ത് നടക്കുന്ന തൃശ്ശൂർ പൂരങ്ങളൊക്കെ പോലുള്ള വലിയ വലിയ ആഘോഷങ്ങൾ ഒന്നും നമ്മൾ കേൾക്കാൻ പാടില്ല. യേശുവിൻ്റെ വചനവും ധ്യാനങ്ങളും പാട്ടുകളും മാത്രമായിട്ട് കേൾക്കുക. അതാണ് കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുന്ന കർത്താവ് അർത്ഥമാക്കുന്നത്. പിന്നെ നമ്മുടെ അധരത്തിൽ നമുക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് സംസാരിക്കുന്നുണ്ട്. ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ഭൗതികമായിട്ടും നമ്മുടെ ജഡികമായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ ഈ സംസാരിച്ച് വെച്ചിരിക്കുന്നതെല്ലാം മനുഷ്യൻ അതിനെ കൊണ്ട് സംസാരിച്ചതാണ്. അപ്പോൾ അതിനുകളിൽ നമ്മൾ എന്താണ്, സുവിശേഷം മാത്രമേ സംസാരിക്കാവൂ. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നാം അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഇനി വഴികളിൽ കാവൽ നിർത്തുക. ഏതാണ് വഴി? നമ്മുടെ ആത്മാവിലേക്ക് വരുന്ന 5 വഴികളുമാണ് ഇന്ദ്രിയങ്ങൾ. ഈ വഴികളിൽ കാവൽ നിർത്തുക എന്ന് പറയുമ്പോൾ എന്ത് കാവൽ നിർത്തണം? അതായത് കണ്ണുകളിൽ ഈശോയുടെ രൂപം, കാതുകളിൽ ഈശോയുടെ വചനം, അധരങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം, നമ്മുടെ നാസാരന്ധ്രങ്ങളിൽ കുന്തിരിക്കുന്ന സുഗന്ധം, നമ്മുടെ ത്വക്കുകളിൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമുക്ക് മദ്യം പറ്റില്ല, പുകവലിക്കാൻ പറ്റില്ല, പാൻപര ഉപയോഗിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നമ്മൾ രാഷ്ട്രീയ പങ്കാളിത്തത്തിൽ നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകാം. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിക്കണം. അതിന് ഭാര്യാഭർത്തൃ ബന്ധം മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു ബന്ധങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്, നോക്കരുത്, കാണരുത്, കേൾക്കരുത്. ഇങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും കർത്താവ് വന്നിരിക്കുകയാണ്. വഴികളിൽ കാവൽ നിർത്തുക, നീ അരമുറുക്കുക. എന്താണ് അരമുറുക്കുക എന്ന് പറഞ്ഞാൽ? കർത്താവ് പറയുന്നത് വഴികളിൽ കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക, അത് ഞാൻ പറഞ്ഞു. വഴികളിൽ കാവൽ നിർത്തുക, അത് ഞാൻ പറഞ്ഞു. നീ അരമുറുക്കുക എന്ന് പറഞ്ഞു. എന്താണ് അരമുറുക്കുക എന്ന് പറഞ്ഞാൽ? നമ്മൾ ശാരീരികമായി ഒരുങ്ങുക എന്നാണ് അതിനർത്ഥം. നമ്മുടെ അരമുറുക്കി റെഡിയായി തയ്യാറാകുന്നു. ഒരു തൊഴിലാളി പോകുമ്പോൾ തൊഴിലാളിക്ക് തൊഴിലിൻ്റെ യൂണിഫോം ഉണ്ടാവും, അതിൻ്റെ അരകളിൽ അതിൻ്റെ ടൂൾസുകളുണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ എല്ലാ വിധത്തിലും ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപകരണങ്ങൾ ധരിക്കുന്നത് പോലെ യേശുവിൻ്റെ വരവിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ അരമുറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഒരുക്കുക എന്നാണ് അർത്ഥം. ആ ശരീരത്തെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ വസ്ത്ര സംവിധാനത്തെ നമ്മൾ ശ്രദ്ധിക്കണം. പുകവലിക്കുന്നവർ അത് ഉപയോഗിക്കരുത്, അതിൻ്റെ പാൻപര ഉപയോഗിക്കുന്നവർ അത് കൈകളിൽ കരുതരുത്, മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കരുത്, മറ്റ് സിമ്പലുകളൊന്നും ഉപയോഗിക്കരുത്, പത്രമാസികൾ നമ്മൾ ഉപയോഗിക്കരുത്. അങ്ങനെ മനുഷ്യ ശരീരം പരിപൂർണ വിശുദ്ധി കൊണ്ട് നിറഞ്ഞ ഒരു ശരീരമാക്കി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് അരമുറുക്കുക എന്ന് പറയുമ്പോൾ. സർവ്വശക്തിയും സംഭരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുങ്ങുന്നൊരു വ്യക്തിക്ക് ഈ പറഞ്ഞ രീതിയിലെല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ വരവിനെ മാത്രം പ്രതീക്ഷിച്ച് സ്വർഗീയ മഹത്വം മാത്രം ലക്ഷ്യം വെച്ച് യേശുവിനെ മാത്രം പ്രാർത്ഥിച്ചും ഒരുങ്ങിയും കണ്ണും കേട്ട് നിൽക്കുന്നവർക്ക് ഒരു ശക്തി ഉണ്ടാവും. അപ്പോൾ അവൻ്റെ സർവ്വശക്തിയും സംഭരിക്കുക എന്ന് പറഞ്ഞാൽ സർവ്വശക്തിയും തൻ്റെ ശരീരത്തിൽ, ആത്മാവിൽ, മനസ്സിൽ, ഇന്ദ്രിയത്തിൽ എല്ലാ പരിശുദ്ധിയും ക്രോഡീകരിച്ച് എല്ലാ പരിശുദ്ധിയും സംഭരിച്ച് നമ്മൾ കാത്തു നിൽക്കുക. എന്തെന്നാൽ കർത്താവ് യാക്കോബിൻ്റെ പ്രതാപം പുനഃസ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ നമ്മുടെ കത്തോലിക്ക ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികളുടെയും പ്രതാപം എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചാൽ ഉയർത്തെഴുന്നേറ്റ്, മരിച്ചില്ലെങ്കിൽ സ്വർഗത്തിലെ ജീവനോടെ എടുത്ത് അവൻ്റെ എല്ലാ നന്മയും നിത്യജീവനാക്കി സ്വർഗീയ മഹത്വമാക്കി സ്വർഗത്തിൻ്റെ ഉള്ളറകളിൽ പ്രവേശിച്ച് ഈ ലോകം അവസാനിച്ചാലും ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇവിടെ നശിച്ചു പോകാനുള്ളതല്ല, മറിച്ച് നിത്യതയിലേക്ക്, നിത്യജീവനിലേക്ക്, നിത്യമഹത്വത്തിലേക്ക്, നിത്യസന്തോഷത്തിലേക്ക് യേശുവിൻ്റെ കൂടെ ദൈവമഹത്വത്തിൽ ജീവിക്കാനുള്ളതാണെന്നുള്ള ആ ഒരു ബോധ്യം അത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ശാസ്ത്രീയമായിട്ടും എല്ലാ വിധത്തിലും സംഭരിച്ചുകൊണ്ട് യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്ന ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കണം. അത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, പ്രിയപ്പെട്ട നമ്മുടെ വീട്ടിലെല്ലാം കറണ്ടുണ്ട്. നമ്മുടെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഒരു ദിവസം കറണ്ട് ഇല്ലാതെ മൊത്തം കറണ്ട് ഓഫാക്കുക, മെയിൻ സ്വിച്ച് ഓഫാക്കുക സന്ധ്യാ സമയത്ത്, അല്ലെങ്കിൽ പകൽ ഓഫാക്കിയാലും വലിയ പ്രയോജനമില്ല.
ഒരു സന്ധ്യാസമയത്തിന് ഞായറാഴ്ച ദിവസം കുട്ടികൾ പഠിക്കാൻ ഒന്നും ഇല്ല എങ്കിൽ പ്രത്യേകിച്ചും പഠിക്കാനുണ്ടെങ്കിൽ ആ പഠിക്കുന്ന കുട്ടികളുടെ ആ മുറിയിൽ മാത്രം വെളിച്ചം വെക്കുക. ബാക്കി ഒരു ദിവസം കറണ്ടങ്ങ് ഉപേക്ഷിക്കുക, മൊത്തം ഉപേക്ഷിക്കുക. അച്ഛൻ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പം നമ്മൾ ചിന്തിക്കണം, വൈകിട്ട് 7 മണിക്ക് കറണ്ട് ഓഫാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ വീട്ടിൽ? കൂരിരുട്ടായിരിക്കും. അപ്പോൾ കൂരിട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ആഹാരം കഴിക്കണം, നമ്മുടെ ബെഡ്റൂമുകളൊക്കെ ശരിയാക്കണം, കുളിച്ച് റെഡിയായി വരണം, ഓഫീസിൽ പോയവർ നേരത്തെ വരണം. അങ്ങനെ നേരത്തെ എല്ലാം എത്തിക്കൊണ്ട് നമ്മൾ കറണ്ടിനെ ഉപേക്ഷിച്ചുകൊണ്ട് കറണ്ട് ഇല്ലാത്ത രീതിയിലൊരു ജീവിതത്തെ നമ്മൾ മനസ്സിൽ കാണുകയും ഭാവനയിൽ കാണുകയും ഒരു ദിവസം നമ്മുടെ വീട്ടിലെ കറണ്ട് ഓഫാക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഭവിഷ്യത്തുകൾ, ദുഃഖങ്ങൾ, അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ, ഉത്കണ്ഠകൾ, എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ നമുക്കുണ്ടാകും. അപ്പോൾ കറണ്ട് കിട്ടിയാൽ കൊള്ളുന്നുണ്ടാവും. പക്ഷേ നമുക്ക് എന്നേക്കുമായിട്ട് കറണ്ട് നഷ്ടപ്പെടുന്ന ഒരു സമയം അടുത്ത് തന്നെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കും? അതിൻ്റെ ഒരു മുന്നൊരുക്കം. അതുകൊണ്ടാണ് പറയുന്നത്, നീ അരമുറുക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തെ ഈ ഇന്നത്തെ ആധുനികതയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഒരുക്കിയെടുക്കുക. ഇനി അതൊരു ദിവസം, അങ്ങനെ ഒരു ദിവസം ഒന്ന് പരീക്ഷിക്കുക. മറ്റൊരു ദിവസം നമ്മൾ ചെയ്യേണ്ടത് മൊബൈൽ ഫോണുകൾ, ടെലിവിഷനുകൾ, പത്രമാസികൾ, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. രാവിലെ 6 മണി മുതൽ വൈകിട്ട് രാത്രി 10 മണി വരെ ഈ മൊബൈൽ ഫോണുകളെ തൊടാതെ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക, അതിന് ബാറ്ററി ഊരി വെക്കുക, അല്ലെങ്കിൽ തൊടാതിരിക്കുക. അങ്ങനെ ഒരു ദിവസത്തെ ക്രമീകരിച്ചെടുക്കുക. അപ്പോൾ നമുക്കറിയാം, ഇന്ന് വാർത്തകളെന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതകളുണ്ടാവും, വല്ല പ്രശ്നങ്ങളുണ്ടാവും. ഇത് ഓടിച്ച് നമ്മൾ എടുത്തൊന്ന് നോക്കും, അങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, അതെല്ലാം നമ്മളൊന്ന് ശ്രമിച്ചു നോക്കും. അന്നേരം നമ്മൾ തന്നെ പറയും, ഇന്ന് ഓഫാക്കി വെച്ചാണ് ഉപയോഗിക്കരുത് എന്ന് നമ്മൾ പറയും. അപ്പം നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ആത്മാവ് അതിനോട് പ്രതികരിക്കുന്നത്. അതിനോടുള്ള ദാഹമാണോ അതോ അത് ഉപേക്ഷിക്കാനുള്ള പ്രവണതയാണോ ഉണ്ടാകുന്നത്? അങ്ങനെ നമ്മുടെ ആത്മാവിനെ നമ്മൾ മാറ്റൊരിച്ച് നോക്കണം. ഒരു ദിവസം പൂർണ്ണമായിട്ട് മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് മാറ്റി വയ്ക്കുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കണം, നോക്കണം എന്നുള്ള വലിയ ആത്മീയ ത്വര മനസ്സിലുണ്ടാവും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആത്മാവ് എങ്ങോട്ടാണ് നമ്മളെ വലിച്ചു മാറ്റുന്നത്, നമ്മുടെ ആത്മാവ് എന്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആത്മാവ് എന്താണ് ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ ആ ശബ്ദം കേൾക്കാൻ, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഉള്ള ആ തീക്ഷ്ണത, ജ്വലനം, അത് നമ്മുടെ ആത്മാവിനെ എത്രമാത്രം വലിച്ച് പാതാളത്തിലേക്ക് അടുപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ദിവസം പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പരീക്ഷണം നടത്തി നമ്മൾ കാരണം കഥ പറയാണ്, നീ സർവ്വശക്തിയും സംഭരിക്കുക, അരമുറുക്കുക എന്നുള്ള വചനമാണ് ഞാൻ കൂടുതൽ പറയുന്നത്. അപ്പോൾ ശരീരത്തെ ഒരുക്കാൻ പറ്റുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്. ഇനി മറ്റൊന്ന്, വേറൊരു ദിവസം നമ്മൾ ഒരു ദിവസം ഫുള്ള് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുക. ഒരു ദിവസം ഉപവാസം പ്രഖ്യാപിക്കുക. നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെ ഒരുക്കിയെടുക്കുകയാണ് യേശുവിൻ്റെ വരവിന് വേണ്ടി. ഇതാണ് കർത്താവ് പറയുന്നത്, വിനാശം നിനക്കെതിരെ വരുന്നു, കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക. അപ്പോൾ ഒരു ദിവസം ഭക്ഷണം ഉപേക്ഷിക്കുക, 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. പ്രിയപ്പെട്ടവരെ, നമ്മളെന്താ ചെയ്യുക? നമുക്ക് അങ്ങനെ ഒന്ന് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഭക്ഷണമില്ലാത്തൊരു കാലം ഉടൻ വരാൻ പോവുകയാണ്. അങ്ങനെ ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാവും. ജോയൽ പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാവും. അങ്ങനെ നമ്മൾ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ ഭക്ഷണമില്ലാതെ വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക? നമ്മൾ വളരെ തളർന്നു പോകുമോ, വിഷമിക്കുമോ, നമ്മൾ ഓടിപ്പോയി ഭക്ഷണം എടുത്ത് കഴിക്കാൻ ശ്രമിക്കുമോ? ഭക്ഷണം ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? ഭക്ഷണം 2 ദിവസം കഴിക്കാമെന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ ഉത്കണ്ഠ എന്തായിരിക്കും? നമ്മുടെ വേദന എന്തായിരിക്കും? നമ്മുടെ മനസ്സിൽ എന്ത് വികാരമാണ് ഉണ്ടാവുക? നമുക്കെന്ത് ദുഃഖമാണോ, വേദനയാണോ, ഉത്കണ്ഠയാണോ, കോപമാണോ, ദേഷ്യമാണോ, എന്ത് ഇമോഷനാണോ, എന്ത് വികാരമാണ് നമ്മൾ ഉണ്ടാവുക എന്ന് നമ്മൾ പഠിക്കുക. അങ്ങനെ ഒരു ദിവസത്തെ നമ്മൾ ക്രമീകരിക്കുക. ഇനി മറ്റൊന്ന്, ഒരു ഞായറാഴ്ച ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മൾ ചുരിദാറിട്ട് പോകുന്നവരാണെങ്കിൽ ആ ചുരിദാറിന് ഉപേക്ഷിക്കുക, സാരി ഉടുത്ത് പോവുക. അന്ന് സാരി മാത്രം എടുത്ത് പോകുക, ചുരിദാർ നമ്മൾ ഇടാതെ, അത് ഉപയോഗിക്കാതെ, അത് ഉപയോഗിക്കുമ്പോഴുള്ള പൊട്ടുകുത്താതെ, അത് ഉപയോഗിക്കുമ്പോൾ ചെരുപ്പിടാതെ, അതിൻ്റെ കളറും ഡിസൈനെല്ലാം ഒരേപോലെ ജോഡി ഒപ്പിച്ചുകൊണ്ട് പോകുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് എല്ലാം മാറ്റിവെച്ച് സാരി മനോഹരമായിട്ട് ഉടുത്ത് ശരീരം മുഴുവൻ വാരി പൊതിച്ച് ശരീരത്തെ പൊതിഞ്ഞ് തട്ടമൊക്കെ നല്ലപോലെ ഇട്ട് മൂടി മുഖമൊക്കെ മാത്രം കാണിച്ച് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ ദേവാലയത്തിലേക്ക് ഒരു ദിവസം പോവുക. അന്നത്തെ ദിവസം ചുരിദാർ ഇടരുത്. അപ്പോൾ കുറച്ച് നേരത്തെ പള്ളിയിലെത്തുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് വണ്ടിയും കാറും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ദേവാലയത്തിലെത്തുക. നമ്മൾ 7 മണിക്കാണ് വിശുദ്ധ ബലിയെങ്കിൽ, അല്ലെങ്കിൽ 7:30-ക്കാണ് വിശുദ്ധ ബലിയെങ്കിൽ 1 മണിക്കൂർ മുമ്പ് എത്തുക. 6:30 ആകുമ്പോൾ ദേവാലയത്തിലെത്തുക. അങ്ങനെ നമ്മൾ ഒരു ദിവസം ദേവാലയത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ശരീരത്തെ ഒരുക്കുക. അങ്ങനെ കർത്താവ് പറഞ്ഞ്, നീ അരമുറുക്കുക, നീ സർവ്വശക്തിയും സംഭരിക്കുക. കാരണം ഞാൻ നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ഒരുക്കി നമ്മളെടുത്ത് കാത്തു നൽകണം. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഏതാനും ചുരുങ്ങിയ വർഷങ്ങൾ കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഇന്ന് നമ്മൾ എന്തെല്ലാം ഉപയോഗിക്കുന്നുവോ അത് എല്ലാം ഇല്ലാതെ വരും. കറണ്ട് ഇല്ലാതെ വരും, ഗ്യാസ് ഇല്ലാതെ വരും, പെട്രോൾ ഡീസൽ ഇല്ലാതെ വരും, ടെലിവിഷൻ സംവിധാനം ഇല്ലാതെ വരും, ദേവാലയത്തിൽ പോകാൻ പറ്റാതെ വരും,
ദേവാലയങ്ങളിലെ വിശുദ്ധ ബലി നമുക്കില്ലാതെ വരും. നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നമുക്ക് പിന്നീട് വസ്ത്രം വാങ്ങാൻ പറ്റാതെ വരും. ഇതെല്ലാം എത്തുകയാണ്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി, വളരെ ശക്തമായിട്ട് എന്നോട് പറയുന്നത്, ഇതൊക്കെ മനസ്സിൽ കണ്ടോണം, ഭാവനയിൽ കണ്ടോണം. ഉടൻ നമ്മുടെ മുമ്പിൽ വരും. ഉടൻ വലിയ വലിയ താമസം. ഇതൊക്കെ 5 വർഷം, 10 വർഷം, 50 വർഷം, 2050, 2080, 2090 വരുള്ളൂ. അതുകൊണ്ട് 90 വർഷം കൂടെ ഉണ്ട് എന്നൊന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ കൺമുമ്പിലാണ്, കൺമുമ്പിൽ. ഇങ്ങോട്ട് എത്തിയാൽ മതി. അത്ര അടുത്തെത്തിക്കഴിഞ്ഞു. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞ വചനത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ വിനാശകൻ നിനക്കെതിരെ വരുന്നു. ഒന്ന്, എന്താണ്? ആഗോള യുദ്ധം വരാൻ പോകുന്നു. വലിയ ഭക്ഷ്യക്ഷാമം വരാൻ പോകുന്നു. വലിയ സാമ്പത്തിക ക്ലേശങ്ങൾ വരാൻ പോകുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. വേനൽക്കാലമായിരുന്നാൽ കൊടും വേനൽ വരും. മഴക്കാലമായി കഴിഞ്ഞാൽ കൊടും ജലപ്രളയം വരും. എങ്ങനെ നോക്കിയാലും ഇനി ശിക്ഷയുടെ കാലം മാത്രമാണ്. ശിക്ഷ മാത്രമായിരിക്കും ഇനി ലോകത്തുണ്ടാവുക. അത് കർത്താവ് മുന്നേ പറയുകയാണ്. കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക. അത് എന്നോട് പറഞ്ഞു. വഴികളിൽ കാവൽ നിർത്തുക. എന്താണ് വഴി? ആത്മാവിലേക്ക് പോകുന്ന വഴി. ആ വഴി അതാണ്. യേശുവാണ് നമ്മുടെ വഴി. യേശുവിൻ്റെ വഴിയിൽ നമ്മൾ കയറി നിൽക്കുകയും മറ്റുള്ള വഴികൾ നമ്മൾ അടച്ചു കെട്ടുകയും ചെയ്യണം. അതിനാണ് കർത്താവ് പറഞ്ഞത്, വഴികളിൽ കാവൽ നിർത്തുക. ആരെയാണ് നമ്മുടെ വഴി കാവൽ നിർത്തുന്നത്? നമ്മുടെ ആത്മാവിലേക്ക് പോകുന്ന വഴികളിൽ പരിശുദ്ധാത്മാവിനെ കാവൽ നിർത്തണം. നമ്മുടെ ആത്മാവിലേക്ക് പോകുന്ന വഴികളിൽ നമ്മുടെ തിരുവചനത്തെ കാവൽ നിർത്തണം. നമ്മുടെ ആത്മാവിലേക്ക് പോകുന്ന വഴിയിൽ പരിശുദ്ധ കുർബാനയും കുംഭസാരത്തെയും കാവൽ നിർത്തണം. അങ്ങനെ നമ്മുടെ ആത്മാവിലേക്ക് പോകുന്ന വഴിയിൽ പരിശുദ്ധാത്മാവും അതിൻ്റെ ശക്തിയും നന്മപ്രവൃത്തിയും കാവൽ നിർത്തണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ആത്മാവിനെ വഴികളിൽ കാവൽ നിർത്തുക. നീ അരമുറുക്കുക. അരമുറുക്കുന്നതിനെ പറ്റി ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ. എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓരോ ദിവസത്തെ നമ്മുടെ ജീവിതത്തെ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, ഇതിനെ ഞാൻ എങ്ങനെ കാണുന്നു? ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നു, ഞാൻ അതിനെ എങ്ങനെ കാണുന്നു? ഒരു ദിവസം മൊബൈൽ ഉപയോഗിച്ചിട്ടേ ഇല്ല, തുറന്നിട്ടേ ഇല്ല, ആ ദിവസം എൻ്റെ ആത്മാവ് എങ്ങനെ എന്നോട് പ്രതികരിച്ചു? ഒരു ദിവസം വീട്ടിൽ മൊത്തം കറണ്ടില്ലാത്ത അവസ്ഥ, നമ്മൾ തന്നെ സ്വയം ഓഫാക്കിയിട്ട് അന്ന് ഉപയോഗിക്കുന്നില്ല കറണ്ട്, പിറ്റേ ദിവസം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അവസ്ഥ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ ഇതെല്ലാം സംഭവിക്കും. കർത്താവ് പറയാണ്, ഇസ്രായേലിൻ്റെ പ്രതാപം പോലെ തന്നെ കവർച്ചക്കാർക്ക് അത് അപകരിച്ച് അവരുടെ ശാഖകളെ നശിപ്പിച്ചു. ബാക്കി വരുന്നതെല്ലാം യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഇത് നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിത് വായിച്ചു നോക്കണം. നാഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം തിരുവചനം മുതൽ അവിടുന്ന് ഇങ്ങോട്ട് വായിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 9-ാമത്തെ വചനം വരെ ശക്തമായിട്ട് വായിക്കണം നിങ്ങൾ. അതിനുശേഷം 2-ാം അധ്യായം കഴിഞ്ഞ് 3-ാമത്തെ അധ്യായത്തോട് കയറി വായിക്കുക. അവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവ് ചോദിച്ചിട്ടുണ്ട്, വേശ്യാവൃത്തി കൊണ്ട് ജനതകളെയും വശീകരണ ശക്തി കൊണ്ട് രാജ്യങ്ങളെയും വഞ്ചിച്ച മോഹിനിയും മാരക വശ്യതയുള്ളവളുമായ വേശ്യയുടെ എണ്ണമറ്റ വേശ്യാപ്രവൃത്തികൾ നിമിത്തമാണിതെല്ലാം സംഭവിച്ചത്. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്റെ വസ്ത്രം മുഖത്തോളം ഉയർത്തി ജനതകൾക്ക് നിന്റെ നഗ്നത കാണിച്ചു കൊടുക്കും. രാജ്യങ്ങൾ നിന്റെ ലജ്ജ ദർശിക്കാൻ ഇടവരുത്തും. ഞാൻ നിന്റെ മേൽ ചെളി വാരിയെറിയും. പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞിരിക്കുന്നത് വളരെ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കാനുള്ളതാണ്. കർത്താവ് നമ്മുടെ വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ടാൽ നാം ലജ്ജിതനായി തീരും. വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ട് നമ്മളെ കളിയാക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ തന്നെ വരും. നീ ക്രിസ്തു വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കുക, മോശം തരം താഴ്ത്തുക, നമ്മളെ നാണം കെടുത്തുക, അങ്ങനെയുള്ള അവസ്ഥ വരും. എന്നാൽ കർത്താവോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഇങ്ങനെ ചെളി വാരിയാനിട വരികയില്ല. നമ്മൾ നശിച്ചു പോകാൻ കർത്താവ് വിട്ടുകൊടുക്കുകയില്ല. അശുദ്ധിയിലേക്ക് നമ്മളെ തള്ളിവിടുകയില്ല. വിശ്വാസവും വിശുദ്ധിയും ഈ പറഞ്ഞ രീതിയിൽ വിനാശകൻ നിനക്കെതിരെ വരുന്നു. നിനവേ നാഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറഞ്ഞ ആ വചനമനുസരിച്ച് നാം ഒരുങ്ങിയാൽ നാം ഒരു വശീകരണ ശക്തിയിലും ഒരു വേശ്യകളുടെ വശീകരണ ശക്തിയിലും ഒരു സൊദോം ഗൊമോറയിലും നമ്മൾ പെട്ടുപോകുകയില്ല. കാരണം നമ്മൾ സർവ്വശക്തിയും സംഭരിച്ച് യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുകയാണ്. പ്രിയ സഹോദരനെ, കർത്താവ് ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങളോട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇങ്ങനെയാണ്, അത് ഇങ്ങനെയുള്ളവരെ കർത്താവ് എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളതിനെ പറ്റിയും കൂടി കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത്. അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വെളിപാട് 3-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിനുണ്ടായിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. എന്തെന്നാൽ നീ എൻ്റെ വചനം കേൾക്കും. അവിടെ വ്യക്തിപരമാണ്. അത് സഭ എന്ത് ചെയ്യുന്നു, ജനം എന്ത് ചെയ്യുന്നു, സമൂഹം എന്ത് ചെയ്യുന്നു എന്ന് ഓർക്കാനുള്ളതല്ല. വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ യേശുവിനെ എങ്ങനെ കാണുന്നു, ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി എങ്ങനെ ഒരുങ്ങുന്നു, എൻ്റെ യേശുവിൻ്റെ വരവിന് വേണ്ടി ഞാൻ എപ്രകാരം എൻ്റെ ശരീരത്തെ ഒരുക്കിയിരിക്കുന്നു, വ്യക്തിപരമായിട്ട് നമ്മൾ ഒരുക്കണം പ്രിയപ്പെട്ടവരെ. ഇനി വേറെ കാര്യം കൂടെ പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടെ എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു, നീ എന്ന് വ്യക്തിപരമായിട്ട് പറഞ്ഞു.
ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ വചനം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവന് എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസം കണ്ടിട്ടല്ല. ക്രിസ്തുവിലുള്ള എൻ്റെ ബോധ്യവും പ്രബോധനവും എൻ്റെ ആശ്രയബോധം പറയുന്നത് കത്തോലിക്ക സഭയിലെ ചില സംവിധാനങ്ങൾ കണ്ടിട്ടല്ല, അല്ലെങ്കിൽ സഭയുടെ വിശ്വാസ പ്രമാണമോ സഭയുടെ തത്വസംഹിതകളോ സഭയുടെ കൂതാശകളോ കണ്ടിട്ടല്ല ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്. സഭയ്ക്കുപരിയായി സഭയ്ക്കപ്പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് എൻ്റെ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ആരാധിക്കാനും വിശ്വസിക്കാനും മഹത്വപ്പെടുത്താനും സുവിശേഷം പ്രസംഗിക്കാനും ഞാൻ എത്രമാത്രം തീക്ഷ്ണതയും ജ്വലനമുള്ളവനാണെന്ന് കണ്ടെത്തുന്നവർക്കാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിത്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുള്ളത്. കാരണം കത്തോലിക്ക സഭ ഇന്നല്ല നാളെ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. അത്രമാത്രം ശുഷ്കവും ശൂന്യമായി പോകുന്ന കാലഘട്ടം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ വിശ്വാസം തകർന്നു പോകാനുള്ളതല്ല. അവിടെ സഭയുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂദാശകളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതുകൊണ്ട് അർത്ഥം പറഞ്ഞ് എൻ്റെ ശരീരം ഭക്ഷിക്കും പാനം ചെയ്യുന്നവന് നിത്യമുണ്ട്, അത് വ്യക്തിപരമാണ്. ഇനി ആ ഒരു സാഹചര്യം അങ്ങോട്ട് മാറിയാൽ എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. മറ്റൊന്ന്, എന്നെയും എൻ്റെ പിതാവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അതെല്ലാം വ്യക്തിപരമായിട്ടാണ്. അതുകൊണ്ടാണ് വെളിപാട് 3:10 പറയുന്നത്, സകല ഉപവാസികളും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകുന്ന പരീക്ഷയുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. അവിടെയും വിശ്വാസം എന്നത് വ്യക്തിപരമായിട്ട് മാറണം, വിശുദ്ധി എന്നത് വ്യക്തിപരമായിട്ട് മാറണം, ആശ്രയബോധം ക്രിസ്തുവിലുള്ള ആശ്രയബോധം അത് വ്യക്തിപരമായിട്ട് മാറണം, സുവിശേഷ പ്രസംഗം വ്യക്തിപരമായിട്ട് മാറണം. സഭയുടെ സംവിധാനങ്ങളോ സഭയുടെ പശ്ചാത്തലങ്ങളോ ഇല്ലെങ്കിലും നാം ക്രിസ്തുവിലായിരിക്കണം. കാരണം കർത്താവ് പറഞ്ഞ പോലെ, സകലപരമസ്ഥ പറഞ്ഞ പോലെ, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറും, അവിടെ വലിയ തകർച്ചകളും പ്രശ്നങ്ങളും വരും. അപ്പോഴും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി ഈ വിനാശകൻ നിനക്കെതിരെ വരുന്നു. ഇവിടെ വിശുദ്ധീകരണ പ്രക്രിയ നടന്നാൽ, പ്രിയപ്പെട്ടവർ, ഈ ലോകത്ത് എന്തു സംഭവിച്ചാലും, ഈ ലോകത്ത് സഭാ സംവിധാനങ്ങൾ മാറ്റപ്പെട്ടാലും രാഷ്ട്രീയ സംവിധാനങ്ങൾ മാറ്റപ്പെട്ടാലും കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയാലും ഈ ലോകത്ത് ഭക്ഷണമില്ലാതെ വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ ക്രിസ്തുവിലുള്ള എൻ്റെ യേശുവിലുള്ള വിശ്വാസം ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്നിടത്താണ് യേശു നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് പറഞ്ഞ എന്നെ സകല ഭാഷ പരിശോധനയായി ലോകത്തുണ്ടായിരുന്ന പരിശ്രമത്തിൽ നിന്നെ സംരക്ഷിക്കുന്നു പറയുമ്പോൾ, നിന്നെ എന്ന് പറഞ്ഞ ആ വ്യക്തിയോട് പറയുകയാണ്, നിന്നെ ഞാൻ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ കർത്താവ് സംരക്ഷിക്കുക തന്നെ ചെയ്യും. അത് ആ സമയത്തേ നമുക്ക് ബോധ്യമാവുള്ളൂ. പക്ഷേ അതിൻ്റെ മുന്നൊരുക്കം ഇപ്പോൾ സംഭവിക്കണം. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ബാക്കിയാണ് വെളിപാട് പുസ്തകം 22-ാം അധ്യായം 14-ാം ദിവസത്തിൽ ഞാൻ പലപ്പോഴും പറയാനുള്ള വചനം. അതെന്താണ് ഇങ്ങനെ എഴുതി വെച്ച് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, വെളിപാട് 22:14, ജീവൻ്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ വിശുദ്ധീകരണ പ്രക്രിയ 22:14, ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി ശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ കർത്താവിരിക്കുകയാണ്. അത് ഈ രണ്ട് വചനങ്ങൾ നാഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം 1-ാം തിരുവചനം, വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനം, ഈ രണ്ട് രീതിയിൽ, ഒന്ന് ഒരു ശരിയായ പശ്ചാത്താപം, ശരിയായ അനുതാപം, ശരിയായ കുമ്പസാരം, ശരിയായ മാനസാന്തരം, ശരിയായ രൂപാന്തരീകരണ പ്രക്രിയ, അതാണ് വെളിപാട് 22:14. എന്നാൽ ഇതൊക്കെ നമ്മൾ ഇതുപോലെ കുമ്പസാരിച്ചാലും വിശുദ്ധി പ്രാപിച്ചാലും ഒരുങ്ങിയാലും യേശുവിലായിരുന്നാലും നമ്മൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ നാഹൂം 2:1 വരണം. അവിടെ ആ രീതിയിലുള്ള പ്രതിരോധം നാം നമ്മിൽ തന്നെ ഏർപ്പെടുത്തണം. ഇത് എന്നോട് ആരും പറഞ്ഞിട്ടല്ല, സഭ പറഞ്ഞിട്ടാകരുത്, കുടുംബത്തിലാരും നിർബന്ധിച്ചിട്ടാകരുത്, ഇതാരും അടിച്ചേൽപ്പിച്ചിട്ടാകരുത്, ഇതൊന്നും നമ്മൾ ആരും പറഞ്ഞൊന്നില്ലോ എന്ന് ഓർത്തുകൊണ്ട് കുണ്ഠിതപ്പെട്ടുകൊണ്ടുമാകരുത്. പക്ഷേ കർത്താവ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലുമൊക്കെ വ്യക്തിയിൽ കൂടെ ഇതിൻ്റെ ഒരുക്കം, യേശുവിൻ്റെ രണ്ടാമത്തെ ഒരുക്കം നിങ്ങൾക്ക് എവിടുന്നെങ്കിലുമൊക്കെ കിട്ടും. ആ കിട്ടുന്നതിൽ ഏറ്റവും നമ്മുടെ ആത്മാവിനെ സ്പർശിച്ച രീതിയിലുള്ള ഒരുക്കം നമ്മൾ സ്വയം രൂപീകരിച്ച്, സ്വയം സൃഷ്ടിച്ചെടുത്ത്, സ്വയം പശ്ചാത്തപിച്ച്, സ്വയം ക്രമീകരിച്ചെടുത്തില്ലെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വരവ് മിന്നൽപ്പിണെ പോലെ ആയിരിക്കും. കള്ളനെ പോലെ ഞാൻ കടന്നു വരുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷം, ഒരുപക്ഷെ വ്യക്തിപരമായ എൻ്റെ മരണത്തിൽ കൂടി ആയിരിക്കും കള്ളനെ പോലെ കർത്താവ് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ രീതിയിലായിരിക്കും കർത്താവ് ലോകത്തിലേക്ക് ആദ്യം കടന്നു വരുന്നത്. അതിൻ്റെ ലക്ഷണം 3-ാം ലോക മഹായുദ്ധത്തോടു കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ലക്ഷണങ്ങളെല്ലാം പുറകെ വരും. അപ്പോൾ നമുക്ക് ഒരുങ്ങാം, പെട്ടെന്ന് ഓടിച്ചെല്ലാം നടക്കില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഈ പശ്ചാത്തലത്തിൽ എൻ്റെ വിഷയം തന്നെ, എനിക്ക് മറ്റൊന്നും ഈ ലോകത്തോട് പറയാനില്ല.
ഈ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട ഒരുക്കം, അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ പശ്ചാത്തലങ്ങൾ, എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്, ലോകം അവസാനിക്കണമെങ്കിൽ അത് ചന്ദ്രനും സൂര്യനും ഭൂമിയും കത്തിച്ചാമ്പലാണെങ്കിൽ അതിൻ്റെ യന്ത്രങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ മെഷീനറീസ്, അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്തൊക്കെയാണ്, അതുകൊണ്ടാണ് ലോകാവസാന യന്ത്രത്തിലുള്ള പറഞ്ഞുള്ള ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പശ്ചാത്തലം, ഇതിനുള്ള എല്ലാ യന്ത്ര സംവിധാനങ്ങളും കണ്ടുപിടിക്കപ്പെട്ട അവസ്ഥ, പിന്നെ അതിന് ഡേറ്റ്, സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം വരെ ഞാൻ ഇതിന് മുൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. 2027 ആഗോള യുദ്ധം തുടങ്ങും. 2030 ജൂൺ മാസത്തിൽ എതിർ ക്രിസ്തു അധികാരത്തിൽ വരും. മഹാപീഠനം ആരംഭിക്കും. 2030 യുഗാന്ത്യമാണ്. യുഗാന്ത്യം കഴിഞ്ഞ് 45 ദിവസം 2034 ഫെബ്രുവരി 15-ാം തീയതി ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും ഭൂമിയും അപ്രത്യക്ഷമാകും. ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കാനിരിക്കുന്ന എത്രയോ ദുരന്തങ്ങൾ, എത്രയോ വലിയ യുദ്ധങ്ങൾ, എത്രയോ ക്ഷാമങ്ങൾ, എത്രയോ ഭൂകമ്പങ്ങൾ, എത്രയോ കൂട്ടമരണങ്ങൾ, കൂട്ടകലാപങ്ങൾ, ഇതെല്ലാം ലോകത്തുണ്ടാകാൻ വേണ്ടിയിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. കാരണം അത്രമാത്രം പൈശാചിക്തികൾ തലയുയർത്തി കഴിഞ്ഞു. അത്രമാത്രം പൈശാചിത്വം ലോകത്തെ നയിക്കാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആ ലെവിയാതൻ സമുദ്രമാകുന്ന ജനസമുദ്രമാകുന്ന കടലിനെ കീഴടക്കിയ ജനകോടികളാകുന്ന ആ സമുദ്രത്തെ കീഴടക്കിയ ലെവിയാതൻ ലോകത്തെ ചുറ്റി വളഞ്ഞു പിടിച്ച് സമൂഹത്തെ, രാഷ്ട്രത്തെ, കുടുംബത്തെ, വ്യക്തിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ മുമ്പിൽ വരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ നന്മയാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ഫലം തിന്മയായിട്ട് ലോകം കാണുകയാണ്. ഇത്രമാത്രം കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും മോഷണവും പിടിച്ചുപറിയും തിന്മയും സമൂഹത്തിൽ, രാഷ്ട്രങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ ചില നീക്കങ്ങളും അതിനെപ്പറ്റിയ സംവിധാനങ്ങളും ശാസ്ത്രീയ വിവരങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് എൻ്റെ വിശദീകരണ പ്രക്രിയ നമ്മൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ, നമ്മൾ രൂപീകരിച്ചെടുത്തില്ലെങ്കിൽ നമ്മളെ ആ സമയത്ത് നയിക്കാൻ ആരും ഉണ്ടായിരിക്കണമെന്ന് വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വളരെ വ്യക്തമായ ഒരുക്കം എങ്ങനെ വേണം, എങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വ്യക്തിപരമായിട്ട് ഒരുക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ദിവസം വസ്ത്ര സംവിധാനത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ആ സമയത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച് ആരാധിച്ച് നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് അവർക്ക് ആവശ്യമുള്ള ആഹാരവും ആവശ്യമുള്ള മെഴുകുതിരിയുടെ വെളിച്ചങ്ങളും ആവശ്യമുള്ള കൂട്ടു സംവിധാനങ്ങളും ആവശ്യമുള്ള ഗ്രൂപ്പ് സംവിധാനങ്ങളും ആവശ്യമുള്ള പ്രാർത്ഥനകളും ആവശ്യമുള്ള സംരക്ഷണ കോട്ടയും സർവശക്തനായ ദൈവം ഇത്തരം ആളുകൾക്ക് ഇങ്ങനെ അതിലെ ഇതിലെ ഒക്കെ ഒരുങ്ങി നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെല്ലാം സർവശക്തനായ ദൈവം ഒരു പ്രത്യേക നിമിഷത്തിൽ ഒരുമിച്ച് ചേർക്കുകയും, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്തില്ല വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും അവരെ കർത്താവ് സംരക്ഷിക്കുന്ന ഒരു മഹത്വം ആ സമയത്ത് കാണാൻ പറ്റും. പക്ഷേ ഈ രീതിയിൽ ഒരുങ്ങിയവർക്ക് മാത്രമേ ഈ രീതിയിൽ സംരക്ഷണം സർവശക്തനായ ഈശോ നൽകുകയുള്ളൂ. അത് നമ്മൾ ഓർത്തു വെക്കണം പ്രിയപ്പെട്ടവരെ. അതിനാൽ ആ സമയത്ത് നമ്മളെ നയിക്കാൻ സഭയുണ്ടാവും കൂടെ, ആ സമയത്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ മെത്രാന്മാരുണ്ടാവും കൂടെ, ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ ദേവാലയങ്ങളുണ്ടാവും, ആ സമയത്ത് നമുക്ക് ആരാധിക്കാൻ ആരാധന ഉണ്ടാവും. ഇങ്ങനെ ചിന്തിച്ചേക്കരുത്. അതാണ് ഏറ്റവും വലിയ മൗഢ്യം. ഈ കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തു രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട ആഗോള പ്രശ്നങ്ങളും സഭാ പ്രശ്നങ്ങളും രൂക്ഷമാകുന്ന സമയത്ത് ഇതെല്ലാം ഇല്ലാതെ ആയിക്കൊണ്ട് ആ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്താനും സ്നേഹിക്കാനും ആരാധിക്കാനും. അത് ഈ പശ്ചാത്തലത്തിലേ സഹിക്കുള്ളൂ. ഇനി ഒരുപക്ഷെ അല്പം കൂടെ മുന്നോട്ട് പോയാൽ ഈ വചനപോഷങ്ങളൊക്കെ സർക്കാർ തന്നെ തടയുകയോ നിർത്തലാക്കുകയോ ഇല്ലാതെയാക്കുകയോ ചെയ്യും. അതുകൊണ്ട് നമ്മൾ മുന്നേ കാണണം. അപ്പോൾ ഇതെല്ലാം മുന്നേ കാണുമ്പോൾ എപ്പോൾ എങ്ങനെ ഒരുങ്ങണമെന്ന് വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടും നമുക്കുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഒന്നും നമുക്ക് മുന്നോട്ട് പിടിച്ചേക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ കൂടെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കണം. അതിങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന് 42-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്ന ഒരു വാചനോട് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കേൾക്കണം. യുഗാന്ത്യത്തിലും മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഗതികളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് കർത്താവ് പറഞ്ഞ യുഗാന്ത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടുന്ന് വീണ്ടും അല്പം താഴ്ത്തു വന്നു കഴിഞ്ഞാൽ 49-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 49-ാം തിരുവചനം. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ്വ് കർത്താവേ, ഞങ്ങളിതെല്ലാം ഗ്രഹിച്ചു. അപ്പോൾ യുഗാന്ത്യത്തെക്കുറിച്ച് ഓരോ രീതിയിൽ കർത്താവ് നീതിമാന്മാരെ വേർതിരിക്കുന്ന സംഭവങ്ങൾ, അഗ്നികുണ്ഡത്തിലേക്ക് എറിയുന്ന പ്രശ്നങ്ങൾ,
അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കുന്ന അവസ്ഥ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് സർവശക്തനായ യേശുക്രിസ്തു യേശുനാഥൻ നേരിട്ട് ഭൂമിയിൽ വന്ന് നേരിട്ട് മനുഷ്യരോട് പറഞ്ഞ വചനങ്ങളാണ് സുവിശേഷം. അത് നമ്മൾ അതിൻ്റെ തെളിവ്, അതിനപ്പുറത്തേക്ക് ഒരു തെളിവ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ് യുഗാന്ത്യം എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. യുഗാന്ത്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്തറിയും, 1000 വർഷം അതിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിക്കുന്നതാണ് യുഗാന്ത്യം. അതുകൊണ്ടാണ് ഈ വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. അപ്പോൾ 2025 എന്ന സംഖ്യയിൽ നിന്നും 8 കൂട്ടുമ്പോൾ കിട്ടുന്ന 2033, അതാണ് 2000 വർഷം പൂർത്തിയാകുന്ന യുഗാന്ത്യം. അതാണ് യുഗാന്ത്യം. ആ യുഗാന്ത്യത്തിലേക്ക് സംഭവിക്കാനുള്ള കാലഘട്ടങ്ങളിൽ വലിയ വലിയ ദുരന്തങ്ങൾ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു, സമൂഹവും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം, സാമൂഹിക പ്രശ്നങ്ങൾ, മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, സഭാവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നൊന്നായി ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങുന്ന നമ്മൾ യേശുവിൻ്റെ വചനത്തിലുള്ള ആഴം, യേശുക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങണം. അതിൻ്റെ വിവിധ വചനങ്ങൾ, അതിൻ്റെ വിവിധ വചനങ്ങളുടെ അർത്ഥങ്ങൾ, അതിൻ്റെ വ്യാഖ്യാന തലങ്ങൾ, അത് എന്നോട് എന്താണ് സംസാരിക്കുന്നത്, യേശുവിൻ്റെ വചനങ്ങൾ എന്നോട് എന്ത് സംസാരിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ വചനം എന്നെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതിൻ്റെ മറ്റൊരു തലമായ വെളിപാട് ഗ്രന്ഥം, ആ വെളിപാട് ഗ്രന്ഥം ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നോട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അത് നമ്മൾ അറിയണം. സുവിശേഷത്തെക്കാൾ കൂടുതൽ ഇനി നമ്മൾ അറിയേണ്ടത് വെളിപാട് ഗ്രന്ഥത്തിൽ കർത്താവ് എന്നോട് എന്തു പറയുന്നു, സമൂഹത്തോട് എന്തു പറയുന്നു എന്നുള്ളതാണ്. അതുകൂടി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ സുവിശേഷത്തെക്കാൾ ഏറെ അതിൻ്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന വെളിപാട് ഗ്രന്ഥമാണ്. അതുകൊണ്ട് വെളിപാട് ഗ്രന്ഥത്തിൽ കർത്താവ് അടുത്തെത്തിയെന്നുള്ള തെളിവായി കർത്താവ് പറയുന്ന വചനങ്ങൾ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചിതനാവും. അപ്പോൾ 2000 വർഷം പൂർത്തിയാകുമ്പോൾ സാത്താൻ പുറത്തു വരും. പുറത്തു വന്നാൽ പിന്നെ സംഭവിക്കുക എന്താണെന്ന് ഓരോ മുദ്രകളും തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്നിട്ടുണ്ട്. അതെല്ലാം വായിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുങ്ങുക. നമ്മളെ വ്യക്തമായിട്ട് ഒരുക്കാൻ ആരും നമ്മുടെ പുറകെ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. പ്രത്യേകിച്ച് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ചട്ടക്കൂടുകൾ സഭാ ചട്ടക്കൂടുകളിൽ നിന്നും നമുക്ക് നമ്മളെ ഒരുക്കാനായിട്ട് പ്രത്യേക സംവിധാനം ഉണ്ടാകുമെന്നോ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എവിടുന്നെങ്കിലുമൊക്കെ ഇതുപോലെ കിട്ടുന്ന സന്ദേശങ്ങളെ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ട് ഒരുങ്ങിക്കൊള്ളുക. അത് മാത്രമേ പരിഹാരമുള്ളൂ. അതിനാ പരിശ്രമങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമുക്കൊരു നിമിഷത്തിൽ നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ മനസ്സും ശരീരവും ആത്മാവും, എൻ്റെ ജീവനും ജീവിതവും, എൻ്റെ ലക്ഷ്യങ്ങളും പദ്ധതികളും കർത്താവായ യേശുവെ അങ്ങയുടെ തൃപ്പാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ സഭയിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ കുറവുകളും തെറ്റുകളും പീഡകളും രോഗങ്ങളും ആകുലതകളും കർത്താവെ അവിടുന്ന് എടുത്തു മാറണമേ. സമൃദ്ധമായ അനുഗ്രഹിച്ച് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. അങ്ങയുടെ നിത്യജീവനിൽ എന്നെയും പങ്കാളികളാക്കണമേ. എൻ്റെ കുടുംബത്തെ പങ്കാളികളാക്കണമേ. എൻ്റെ സമൂഹത്തെ, എൻ്റെ ഇടവകയെ, എൻ്റെ രൂപതയെ, എൻ്റെ സഭയെ, എൻ്റെ ലോകരാഷ്ട്രങ്ങളെല്ലാം അങ്ങനെ നിത്യജീവന് യോഗ്യതകളാക്കി മാറാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.